ദൈവനാമത്തിന് മഹത്വം. ഡോക്ടർ ജെ യോഡറിൻ്റെ പ്രത്യാശയുടെ ദൂതന്മാർ എന്ന പോഡ്കാസ്റ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സന്ദേശം നിങ്ങൾക്കായി ഭാഷാന്തരം ചെയ്തത് പാസ്റ്റർ ജെയ്സൺ തോമസ് ആണ്. മൂന്നാമത്തെ സന്ദേശത്തിൻ്റെ പേര് യേശുവിനെ വ്യക്തിപരമാക്കുക. പ്രിയരെ, പ്രത്യാശയും സമാധാനവും കണ്ടെത്തണമെങ്കിൽ വിശ്വാസം പ്രധാനമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു വസ്തുവിലുള്ള വിശ്വാസമല്ല ശരിയായ ലക്ഷ്യത്തിലുള്ള വിശ്വാസം. ലോകത്തിലെ ചില മതങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സഹായം ദൈവത്തിന് വെളിപ്പെടുത്തിയ വചനത്തിലാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പലർക്കും അവരുടെ മതം ഒരു കടമ മാത്രമാണ്. അതവർ സ്വയം അടിച്ചേൽപ്പിച്ച കടമയാണ്. ഒന്നുകിൽ അവർ അത് ചെയ്യുന്നത് ഏതെങ്കിലും ദൈവത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ദുഷ്ടാത്മാക്കളെ അകറ്റി നിർത്തുവാൻ വേണ്ടിയോ ആണ്. അതിലധികം വ്യക്തിപരമായി ഒന്നുമില്ല. മതം ദൈവത്തെ അകറ്റി നിർത്തുന്നു. അവർ അവനെ ഒരു ക്രൂരനായ സ്വേച്ഛാധിപതിയായി കരുതുന്നു. മതം അർത്ഥവത്തായതായിരിക്കണം, വ്യക്തിപരമായിരിക്കണം. അതായത് നിങ്ങളുടെ മൊത്തം അസ്തിത്വത്തിൻ്റെ ഭാഗമായി അത് നിങ്ങളിലേക്ക് വരണം. യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം വ്യക്തിപരമാണെന്ന് നിങ്ങളോട് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. യേശുവിനെ വ്യക്തിപരമായി സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് പഠിക്കുവാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു വ്യക്തിപരമായ അനുഭവം നൽകുമെന്ന് കാണിച്ചു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു. എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ ഖണ്ഡികയിൽ കർത്താവിനെ മിഥ്യാപരമായ ചിന്തയിൽ നിന്ന് ഒരു വ്യക്തിഗത അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ ചെയ്യേണ്ട നിരവധി പ്രതികരണങ്ങളുണ്ട്. അത് നമുക്ക് കാണാം. ആദ്യത്തെ പ്രതികരണം, നിങ്ങൾ അവൻ്റെ മഹത്വം തിരിച്ചറിയണം. വചനം ജഡമായി. ഞാൻ വായിച്ചു. ദൈവത്തിൻ്റെ താഴ്മയെ, അതായത് ലോഗോസ് ജഡമായി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. മറ്റു ഭാഗങ്ങളിൽ നാം വായിക്കുന്നത് പോലെ ദൈവമാത്മാവാണ്. എന്നാൽ ആത്മാവായ ദൈവം ജഡമായി, അതായത് അവൻ മനുഷ്യ മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. ഒരു മനുഷ്യനായി അവൻ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജീവിച്ചു. പിതാവുമായുള്ള അവൻ്റെ യഥാർത്ഥ ബന്ധത്തെക്കുറിച്ച് ഇവിടെ നാം ചിലത് പഠിക്കുന്നുണ്ട്. അവന് മഹത്വം ഉണ്ടായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞ പിതാവിൻ്റെ ഏകജാതന മഹത്വം. ഇവിടെ 3 ഗുണങ്ങളുണ്ട്: മഹത്വം, കൃപ, സത്യം. ഗുണവിശേഷങ്ങൾ, സ്വഭാവ സവിശേഷതകളാണ്. അവനെ ഒരു അതുല്യ സ്ഥാനത്ത്, അഥവാ സ്വയം ഒരു സ്ഥാനത്ത് നിർത്തുന്നവൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ ഈ വാക്യങ്ങൾ നമ്മെ സഹായിക്കുന്നു. ഇവിടെ അവനെ പിതാവിൻ്റെ ഏകജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതവനെ ഒരു പ്രത്യേക സ്ഥാനത്ത് നിർത്തുന്നു. അതവന് മഹത്വം നൽകുന്നു. യേശുവിനെ വ്യക്തിപരമാക്കണമെങ്കിൽ നിങ്ങൾ അവൻ്റെ മഹത്വം അറിയണം. രണ്ടാമത്തെ പ്രതികരണം, നിങ്ങൾ അവൻ്റെ കൃപ തിരിച്ചറിയണം. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞവൻ അവനാണ്, അവൻ എൻ്റെ പിന്നാലെ വന്നാലും അവൻ എനിക്ക് മുമ്പനായി തീർന്നവനാണ്. യേശു നിത്യനാണെന്ന് യോഹന്നാൻ മനസ്സിലാക്കിയെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അവൻ എല്ലാറ്റിനും മുമ്പേ ഉള്ളവനാണ്. അവൻ യോഹന്നാന് മുമ്പുണ്ടായിരുന്നു. മാനുഷിക ക്രമമനുസരിച്ച് യോഹന്നാൻ തൻ്റെ സ്വാഭാവിക ജനനത്തിൽ യേശുവിനേക്കാൾ 6 മാസ പ്രായക്കൂടുതൽ ഉള്ളവനായിരുന്നു. പക്ഷേ യോഹന്നാൻ പറഞ്ഞു, അവൻ എനിക്ക് മുമ്പനായിരുന്നു. 16-ാം വാക്യം ശ്രദ്ധിക്കുക. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചു. കൃപയാൽ മാത്രമേ നിങ്ങൾക്ക് യേശുവിനെ വ്യക്തിപരമായി കണ്ടെത്താൻ കഴിയൂ. അതൊരു യാഥാർത്ഥ്യമാണ് പ്രിയരെ. ഈ കൃപ സ്വീകരിക്കുവാൻ നിങ്ങൾ വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയം തുറന്നിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ എനിക്ക് പ്രയാസമാണ്. അവൻ്റെ കൃപ സ്വീകരിക്കുന്നതിനായി ലളിതമായ വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയം തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടി വരത്തില്ല. കാരണം വിശ്വാസം നിങ്ങൾക്ക് യേശുവിനെ വ്യക്തിപരമാക്കാൻ കഴിയുന്ന ധാരണയുടെ വാതിൽ തുറക്കുകയാണ്. നിങ്ങൾ അവൻ്റെ കൃപ തിരിച്ചറിയുവാൻ കഴിയേണ്ടതാണ്. മൂന്നാമത്തെ പ്രതികരണം, അവൻ്റെ സന്ദേശം നിങ്ങൾ ഊന്നിപ്പറയണം. 17-ാം വാക്യം ന്യായപ്രമാണം മോശ മുഖാന്തരം നൽകിയതാണെന്ന് പറയുന്നു. നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് തിരികെ പോയി ആ വസ്തുത കണ്ടെത്താം. ചരിത്രരേഖ അവിടെയുള്ളതിനാൽ അതിനെക്കുറിച്ച് ഒന്നും സംശയിക്കേണ്ടതില്ല. യേശുക്രിസ്തുവിലൂടെ കൃപയും സത്യവും വരണമെങ്കിൽ
മോശയ്ക്ക് ന്യായപ്രമാണം നൽകേണ്ടതുണ്ടായിരുന്നു. ഈ വാക്യത്തിലെ ആശയം കൃപയെയും സത്യത്തെയും ന്യായപ്രമാണവുമായി താരതമ്യം ചെയ്യുകയല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറിച്ച് കൃപയും സത്യവും വരാൻ സാധ്യമാകുന്നതിന് ന്യായപ്രമാണം നൽകേണ്ടതുണ്ടെന്ന് അത് പറയുന്നു. ന്യായപ്രമാണം കൃപയുടെ അടിസ്ഥാനമാണ്. വാസ്തവത്തിൽ ന്യായപ്രമാണം ആ കൃപയുടെ ഒരു ഭാഗമാണ്. ഇതാണ് നാം ഊന്നി പറയേണ്ട സന്ദേശം. ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് നമുക്കറിയില്ലെങ്കിൽ ആവശ്യകതകൾ ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ വിവരിച്ചിട്ടില്ലെങ്കിൽ അവിടുത്തെ കൃപ എന്തെന്ന് ഗ്രഹിപ്പാൻ നമുക്ക് കഴിയില്ല. ഒരു മനുഷ്യനും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ലെന്ന് ദൈവവചനം പറയുന്നത് ശ്രദ്ധിക്കുക. എന്നാൽ വരാനിരിക്കുന്ന ഒരുവൻ ലോഗോസ് അഥവാ യേശുവിന് പിതാവിൻ്റെ മടിയിൽ ആയിരുന്നതിനാൽ അവനെ നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയും. അതിനാൽ യേശുവിനെ വ്യക്തിപരമായി കണ്ടെത്തുന്നതിന് നിങ്ങൾ യേശുവിൻ്റെ സന്ദേശത്തിന് ഊന്നൽ നൽകണം. ന്യായപ്രമാണത്തെ അടിസ്ഥാനമാക്കിയുള്ള അവൻ്റെ കൃപയും സത്യവും നിങ്ങൾ സ്വീകരിക്കണം. പിതാവിൻ്റെ മടിയിൽ ആയിരുന്നതിനാൽ പിതാവായ ദൈവത്തെക്കുറിച്ച് അവൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണം. യേശുവിനെ വ്യക്തിപരമാക്കുന്ന പ്രതികരണങ്ങളാണിവയെല്ലാം. നിങ്ങൾ അവൻ്റെ മഹത്വം തിരിച്ചറിയണം. അവൻ അതുല്യനാണ്, പിതാവിൻ്റെ ഏകജാതനാണ്. നാം അവനെ സ്വീകരിച്ചപ്പോൾ ഈ കൃപ നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ്റെ സന്ദേശം നിങ്ങൾ ഊന്നിപ്പറയണം. പിതാവിൻ്റെ മടിയിൽ ഉണ്ടായിരുന്നവനായതിനാൽ അവന് പിതാവിനെക്കുറിച്ച് നമ്മോട് പറയാൻ കഴിയും. അവൻ്റെ സന്ദേശം സത്യമായിരിക്കും. നിങ്ങൾക്കിപ്പോൾ തന്നെ യേശുവിനെ വ്യക്തിപരമായി സ്വീകരിപ്പാൻ കഴിയും. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നല്ല ദൈവമേ, കേൾപ്പിച്ച നല്ല വാക്കുകൾക്കായി സ്തോത്രം. നിന്റെ ജനത്തെ അങ്ങ് ധാരാളമായി അനുഗ്രഹിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.